നമസ്കാരം. ലൈഫ് മിഷൻ കേസിലെ ഇഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ CM രവീന്ദ്രനും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവന്നു. CM രവീന്ദ്രൻ സ്വപ്നയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതാണ് ചാറ്റുകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നതോടെ സർക്കാരും CPM-നും മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഏറുകയാണ്. CM രവീന്ദ്രന് മുന്നിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയേക്കും. ഇഡിയുടെ ഇനിയുള്ള നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ ഈ ബുള്ളറ്റിനിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വനാഥിലേക്ക് ചെല്ലാം. സുവി വിശ്വനാഥ്, CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഘട്ടത്തിലാണ് കൂടുതൽ ചാറ്റുകൾ പുറത്തു വരുന്നു. ഇവർ തമ്മിലുള്ള അടുപ്പം കൂടുതലായി പുറത്തു വരുന്നു. സ്വപ്നയെ വ്യക്തിപരമായി അറിയില്ലെന്നായിരുന്നല്ലോ നേരത്തെ CM രവീന്ദ്രൻ പറഞ്ഞത്. അത് സ്വാഭാവികമായി ഓഫീസിൽ വന്നൊക്കെയുള്ള അറിവാണ്. ഈ ചാറ്റുകൾ വായിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ തോന്നില്ല. അവർ തമ്മിൽ വളരെ അടുപ്പമുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസ് എങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് സുവി മനസ്സിലാക്കുന്നത്? മനു, ലൈഫ് മിഷൻ കേസിലാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ അതിലാണ് ഇപ്പോൾ CM രവീന്ദ്രനെ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്താൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 27-ാം തീയതി കൊച്ചിയിലെ ഇഡി ഓഫീസിൽ എത്താനാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് മാറ്റി ചോദിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. CM രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരും എന്നായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞത്. എല്ലാ വിവരങ്ങളും M ശിവശങ്കറിൻ്റേതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രന് അറിയാം എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. 4.5 കോടിയോളം രൂപ ഇവിടെ സർക്കാർ പ്രതിനിധികൾക്കും മറ്റുള്ളവർക്കും കോഴ നൽകാൻ വേണ്ടി എത്തിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 1 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി രൂപ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് ലഭിക്കുന്നത്. അത് ആരെല്ലാം വീതം വെച്ചെടുത്തു എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് സുവി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ CM രവീന്ദ്രന് നേരത്തെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴൊക്കെ അദ്ദേഹം പല തവണ ഒഴിവ് പറഞ്ഞ് പോകുന്ന രീതി ഏജൻസികൾക്ക് മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഡിസംബറിൽ 2002 അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. 3 തവണയോ മറ്റോ അദ്ദേഹം അതിന്ന് ഒഴിഞ്ഞുമാറി. 4-ാം തവണയാണ് അദ്ദേഹം വരികയും ഒക്കെ ചെയ്തത്. എന്താണ് ഈ കേസിൽ CM രവീന്ദ്രൻ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാവും അദ്ദേഹത്തിനെതിരെയുള്ള കുരുക്ക് മുറുകുക എന്നാണ് നാം കരുതേണ്ടത്? മനു, CM രവീന്ദ്രനെ ഇഡി ചോദ്യം ചെയ്തിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് നേരത്തെ 3 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴും വന്നില്ല. പിന്നീട് അതൊരു അറസ്റ്റ് വാറണ്ടിലേക്ക് മറ്റും കടക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് CM രവീന്ദ്രൻ ഹാജരാകുന്നത്. അതിനുശേഷം ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് 1 തവണ CM രവീന്ദ്രനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ CM രവീന്ദ്രന് അറിയാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. M ശിവശങ്കറിന് എന്തെല്ലാം വിവരങ്ങളാണോ അറിയുന്നത് ആ വിവരങ്ങളെല്ലാം തന്നെ CM രവീന്ദ്രനും അറിയാം എന്ന് കരുതുന്നു. ഇതിൽ CM രവീന്ദ്രന് M ശിവശങ്കറിന് ലഭിച്ചതുപോലെ കോഴ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്തുക, ആ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. ഏതായാലും CM രവീന്ദ്രന് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന സ്വപ്നയുടെ മൊഴിയുണ്ട്. കഴിഞ്ഞ 10ഓളം ദിവസങ്ങളായിട്ട് M ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വാട്സപ്പ് ചാറ്റുകളും മറ്റും വെച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇനി M ശിവശങ്കറിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ കോഴ ഇടപാടുകൾ എവിടേക്കാണ് എത്തുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്,
ഇതിൽ ഒരു കോക്കസ് പ്രവർത്തിച്ചിരുന്നു. ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇ.ഡി. പറയുന്നത്. നേരത്തെ നമ്മൾ എല്ലാം പറഞ്ഞിരുന്നു, എം ശിവശങ്കറിനെതിരെ ചില മൊഴികളല്ലാതെ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളും വിവരങ്ങളും PMLA കോടതിയിൽ ഇ.ഡി. നൽകുകയായിരുന്നു. ഏതായാലും അതുപോലെ തന്നെയുള്ള തെളിവുകളും മറ്റും CM രവീന്ദ്രന്റെയും പക്കലിനെ കുറിച്ചും ഇ.ഡിയുടെ കൈവശം ഉണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അദ്ദേഹത്തെ സുവി, ഈ ലൈഫ് മിഷൻ ഇടപാട് അല്ലെങ്കിൽ അതിന്റെ കരാറ് യൂണിടെക്കിന് ലഭിക്കുന്നതിന് നിർണായകമായി പ്രവർത്തിച്ച ഒരാൾ ആയി മാറാൻ അല്ലെങ്കിൽ ഒരാളാണ് CM രവീന്ദ്രൻ എന്ന സംശയം ഇതോടുകൂടി ബലപ്പെടുന്നുണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ കണ്ട ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ട്, എം ശിവശങ്കരനും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ്. അതിൽ ഈ റെഡ് ക്രസന്റ് മുഖ്യമന്ത്രിക്ക് നൽകാൻ വേണ്ട കത്തിന്റെ മാതൃക തയ്യാറാക്കി നൽകുന്നത് എം ശിവശങ്കറാണ്. അതിൽ എം ശിവശങ്കർ പറയുന്നുണ്ട്, ഈ മാതൃക തയ്യാറാക്കി നൽകുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ CM രവീന്ദ്രനെ വിളിക്കൂ എന്ന് ശിവശങ്കർ പറയുന്നുണ്ട്. സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നതിന്റെ വാട്സപ്പ് ചാറ്റുകളും മറ്റും പുറത്തു വന്നിട്ടുണ്ട്. അവർ തമ്മിൽ അടുപ്പം തെളിയിക്കുന്ന ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലൈംഗിക ചുവയോടുകൂടി CM രവീന്ദ്രൻ സ്വപ്നയോട് സംസാരിക്കുന്നതാണ്. പക്ഷേ സ്വപ്നയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും നമുക്ക് ആ വാട്സപ്പ് ചാറ്റിൽ നിന്ന് വായിക്കാൻ കഴിയില്ല. പക്ഷേ CM രവീന്ദ്രന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ചും ഒരു സ്ത്രീ ഒരു ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമ്പോൾ ഇത്തരത്തിൽ അവരോട് പെരുമാറുക, സംസാരിക്കുക എന്നത് എത്രത്തോളം ധാർമ്മികമാണ് എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നമ്മൾ സോളാർ വിഷയം ഉണ്ടായപ്പോൾ പോലും ഈ ചോദ്യമാണ് പലപ്പോഴും ഉയർന്നിരുന്നത്. സരിത എസ് നായർക്കെതിരെ ഒരു ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ആവശ്യവുമായി ഒരു സ്ത്രീ ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിൽ അവരോട് പെരുമാറാമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ CM രവീന്ദ്രന്റെ കാര്യത്തിലും ഉയരുന്നത്. ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് സംസാരിക്കാമോ? എത്രത്തോളം ധാർമ്മികമാണ് അവരോട് ഈ രീതിയിൽ പെരുമാറുന്നത് എന്ന ഒരു ചോദ്യമാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണം ഇ.ഡി. ശക്തമാക്കുകയും ചെയ്യുകയാണ്. മനു, ഇതിൽ ഒരു പ്രധാന കാര്യം, കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? മാത്രമല്ല, സ്വപ്ന സുരേഷ് പല ഘട്ടങ്ങളിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒക്കെ ഇത്തരം കേസുകളിലേക്ക് ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രസക്തമായ ഒരു രീതിയിലേക്ക് ഈ അന്വേഷണം നീങ്ങും എന്ന് സംശയിക്കേണ്ടതുണ്ടോ? മനു, ഈ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നത് എന്നാണ്. അന്ന് ക്ലിഫ് ഹൗസിൽ ആ ചർച്ചകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ, ഭാര്യ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു. അന്ന് CM രവീന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു. CM രവീന്ദ്രൻ ചർച്ചയിൽ ഭാഗഭാക്കായില്ല, പക്ഷേ ചർച്ച മുഴുവനായി കേട്ടൊരാളാണ്. ഈ ഒരു മൊഴി സ്വപ്ന സുരേഷിൻ്റെതായി ഇ.ഡിയുടെ കൈവശം ഉണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും CM രവീന്ദ്രനെ സ്വാഭാവികമായും ഇ.ഡി. ചോദ്യം ചെയ്യുക. എന്താണ് അന്ന് അവിടെ നടന്ന സംഭാഷണങ്ങൾ എന്ന് CM രവീന്ദ്രൻ ഒരു പക്ഷേ ഇ.ഡിയോട് വിശദീകരിച്ച് നൽകേണ്ടി വരും. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കും, പറയും എന്നൊന്നും നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ഞാൻ സുവിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ VV വിനോദ് കൂടി ചേരുകയാണ്. VV വിനോദ്, സ്വർണ്ണക്കടത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് പല വഴിയിലേക്ക് ഈ വിവാദം നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കരാറിൻ്റെ കോഴയെ സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ സജീവമായി വരുന്നു. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. മുമ്പ് ഇതുപോലെ ചോദ്യം ചെയ്യാൻ മറ്റ് കേസുകളിൽ അദ്ദേഹം വിമുഖത കാണിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഹാജരാകുകയും ചെയ്തു. ഈ കേസിൽ എങ്ങനെ നീങ്ങും ഇനി ഇ.ഡി. എന്നാണ് നാം കരുതേണ്ടത്? മനു, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ ഈ കോഴ കേസിൽ, ലൈഫ് മിഷൻ കേസിൽ കൂടി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഇ.ഡി. വിളിച്ചു വരുത്തുന്നു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി CPM-നെ സംബന്ധിച്ച് പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. ആദ്യ 4 തവണയാണ് വിളിച്ചത്. അതിൽ 3 തവണയും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. കോവിഡും പിന്നീട് കോവിഡാനന്തര ചികിത്സകളുമുണ്ട് എന്ന കാര്യം പറഞ്ഞായിരുന്നു അദ്ദേഹം
ഒഴിഞ്ഞു മാറിയത്. 4ാം തവണ അദ്ദേഹം ഹാജരാകുകയും 13 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും CM രവീന്ദ്രൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷുമായി നടത്തിയ ചാറ്റുകൾ ഇതെല്ലാം തന്നെ CM രവീന്ദ്രന് കുരുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയും മകളും ഭാര്യയും ഒക്കെ അറിഞ്ഞ് ഈ കാര്യങ്ങൾ നടന്നു. 6 കോടി രൂപയുടെ ഇടപാട്, 4.5 കോടി രൂപ കോഴ വന്നു എന്ന് സന്തോഷ് ഈപ്പൻ നേരത്തെ നൽകിയ മൊഴിയുണ്ട്. യൂണിടാക് അവിടെ തന്നെ അതിൽ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പ്രളയത്തിന് ശേഷം UAE-യിൽ നിന്നുള്ള സഹായം സർക്കാരിന് ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് നിന്ന് സഹായം വാങ്ങുന്നതിന് പരിമിതിയുണ്ട്, നിയമപരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇത് മറികടക്കുന്നതിന് വേണ്ടി വളഞ്ഞ വഴിയിലൂടെ, അതായത് റെഡ് ക്രസൻറ്റ് വഴി ഇവിടെ യൂണിടാക്കിന് ഈ നിർമ്മാണ കരാർ നൽകിക്കൊണ്ട് ലൈഫ് പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം നടന്നു. അവിടെ കോഴ ഇടപാടുകൾ നടന്നു എന്നതാണ് ഈ സന്തോഷ് ഈപ്പൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയ ആളിന് 3 ലക്ഷം രൂപ കോഴയായി നൽകിയെന്ന് പറയുന്നു. ഇതുതന്നെയാണ് പുതിയ തെളിവായി ED മുന്നോട്ട് വെച്ചതും. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജനകീയ പ്രതിരോധ യാത്ര നടക്കുകയാണ്. അതിൽ ഉയർത്തുന്ന വിഷയങ്ങൾ BJP വർഗീയമായ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ UDF-ഉം BJP-യുമായി ചേർന്ന് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ ഇല്ലാതാക്കുന്നു എന്ന ആരോപണം ഉയർത്തിയാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതെങ്കിൽ കൂടിയും യാത്ര തെക്കോട്ട് വരുന്തോറും ഇപ്പോൾ ഈ കേസ് കൂടുതൽ മുറുകുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരുപക്ഷെ വേദികളിൽ വിശദീകരിക്കേണ്ടി വരും. ആ നിലയ്ക്ക് പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. മറ്റൊന്ന് പല ഘട്ടങ്ങളിലായി ഉയർന്നു കേട്ടൊരു കാര്യമാണ്. പക്ഷേ അതിനെ CPM എതിർക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തുമോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ED ഈ തെളിവെടുപ്പിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും ഭാഗമായി ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമോ? ഈ ചോദ്യം തന്നെയാണ് രാഷ്ട്രീയമായി ഉയരുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളി CPM-ൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ED-യുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് CPM നേരിടാൻ പോകുന്നത്? കൂടുതൽ തെളിവുണ്ടെന്ന് ED പറയുകയും ശിവശങ്കരൻ ഒരിക്കൽ കൂടി അറസ്റ്റിലാവുകയും പിന്നീട് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ റിമാൻഡിൽ പോകുന്ന സാഹചര്യവുമുണ്ട്. ഇവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷേ ഈ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ഇതിൽ നേരത്തെ തന്നെ ഈ കേസ് രണ്ടാമത് ഈ കോഴ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു കാര്യം CPM നേതൃത്വം പറഞ്ഞത്, ഇത് കോടതിയും ജനങ്ങളും തള്ളിയ കേസാണെന്നാണ്. ഏതായാലും ഞാൻ വിനോദിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും അതുപോലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും തമ്മിലുള്ള കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ വ്യക്തിപരമായുള്ള അടുപ്പം ഇല്ല എന്ന ഒരു പ്രതികരണമാണ് CM രവീന്ദ്രൻ നൽകിയത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് ഏത് നിലയിലേക്ക് മാറുന്നു അന്വേഷണം? എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കുക എന്ന് നാം കണക്കാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കുറച്ചു നാളായിട്ട് ഈ അന്വേഷണം തണുത്ത് ആറിയ അവസ്ഥയിൽ, പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിന്റെ തിരിച്ചുവരവോടുകൂടി അവർ പുറത്തുവിട്ട തെളിവുകളാണ് ഇപ്പോൾ ഈ രവീന്ദ്രനെയും അതുപോലെ ശിവശങ്കറിനെയും വേട്ടയാടുന്നത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഈ വാട്സപ്പ് ചാറ്റുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വിവാദപരമായ ഇടപാടിൽ സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശക്തമായ ഇടപെടൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു അഴിമതി നടത്താൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ കേവലം ഒരു സ്വപ്ന സുരേഷ് വിചാരിച്ചാലോ അല്ലെങ്കിൽ UAE-യിൽ ഇരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകാർ വിചാരിച്ചാലോ ഇതുപോലെ ഒരു വലിയ വെട്ടിപ്പ് നടത്താൻ പറ്റുകയില്ല, ഇത്ര വലിയൊരു അഴിമതി നടത്താനും സാധിക്കില്ല. ഇപ്പൊ സർക്കാർ സംവിധാനത്തിന്റെ വളരെ പ്രകടമായ ദുരുപയോഗം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ 4.5 കോടി കോഴയായി തന്നെ കിട്ടിയെന്ന വാദം കൂടുതൽ ശരിവെക്കുന്ന തരത്തിലേക്കാകുമോ അന്വേഷണങ്ങൾ വരുന്നത്? എന്താണ് ശ്രീ ജയശങ്കർ? അത് ഈ പണം കൊടുത്ത ആള് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇത്ര രൂപ തങ്ങ് കൊടുത്തിട്ടുണ്ട്, അത് ശിവശങ്കറിന് ഇത്രയാണ് കൊടുത്തത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ചുള്ള ഇതിൽ സത്യം പുറത്തു വരരുത് എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷിക്കാൻ സർക്കാർ സമ്മതിക്കാത്തത്. CBI കേന്ദ്ര ഏജൻസികളെ വിലക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത്. CBI-യും എൻഫോഴ്സ്മെന്റും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം എന്ന വ്യാജേന നടത്തുന്ന പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ന്യായാധിപനെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചു. ആ കമ്മീഷന്റെ ചെലവിലേക്കാണ്ട് ഏതാണ്ട് 67 ലക്ഷം രൂപ ചെലവാക്കി.
അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഒരു കാരണവശാലും ഇതിൽ സത്യം പുറത്തു വരരുത് എന്ന കാര്യം സർക്കാരിന് നിർബന്ധമുണ്ട്. ആ സർക്കാർ എന്നുള്ളതിൽ രവീന്ദ്രനാണോ അതോ അദ്ദേഹത്തിന്റെ മുതലാളിയായിരിക്കുന്ന നമ്മുടെ കാരണഭൂതനാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാക്കലാണ് സത്യത്തിൽ എൻഫോഴ്സ്മെന്റുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബാധ്യത, ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കും. ശ്രീ ജയശങ്കർ, ജനങ്ങളും കോടതിയും തള്ളിക്കളഞ്ഞ ഒരു കേസാണ് വീണ്ടും കുത്തിപ്പൊക്കി പലതരത്തിലേക്ക് വരുന്നത് എന്നായിരുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോൾ CPM നേതൃത്വം പറഞ്ഞിരുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി കാസർഗോഡ് നിന്ന് ജാഥയുമായി വരുന്നു, കോഴിക്കോടിലേക്ക് എത്തുന്നു. ആ ഘട്ടത്തിൽ പാർട്ടിയെ ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറുമോ എന്ന ആശങ്ക നേരത്തെ തന്നെ ആളുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ ഇനി കഴിയുമോ CPM-ന്? അതോ എന്തായിരിക്കും ശ്രീ ജയശങ്കർ കരുതുന്നത്? ഇത് ഈ കോടതിയും ജനങ്ങളും തള്ളിക്കളഞ്ഞ ഒരു കേസാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM-നാകുമോ? കോടതിയും ജനങ്ങളും തള്ളിക്കളഞ്ഞ കേസാണ് എന്നൊക്കെ പറയുന്നവർക്ക് എന്തും പറയാം, അല്ലാതെ അത് വിലപ്പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതേ ന്യായം തന്നെയാണ് പണ്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബാർക്കോഴ കേസ് വന്നപ്പോഴും അതുപോലെ സോളാർ വിവാദം ഉണ്ടായപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞ അതേ ന്യായങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന് പിന്നെ മനസാക്ഷിയുടെ കോടതിയെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഇവർക്ക് ആരും വിശ്വാസമില്ല. ഇനിയിപ്പോ കോടതി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിലെ അഴിമതി കണ്ടെത്തിയാൽ കോടതി ശിക്ഷിച്ചാൽ അത് ശിക്ഷിച്ചത് പൂർവ്വ കോടതിയാണ്. ജനകീയ കോടതി ഞങ്ങളെ വെറുതെ വിട്ടു എന്ന് പറയാൻ പഠിക്കാത്തവരാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ മൊത്തം ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ഒത്തുപിടിച്ച് ശ്രമിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. വളരെ നന്ദി ശ്രീ ജയശങ്കർ. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസ് പ്രതിനിധി ശ്രീ ഹാസിഫ് ചേരുന്നു. ഹാഫിസ് ചേരുന്നു. ശ്രീ ഹാഫിസ്, എങ്ങനെ വായിച്ചെടുക്കണം ഈ പുതിയ ചാറ്റുകളെ? സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകൾ വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ കോഴ ഇടപാടുകളിലേക്ക് ED അന്വേഷണവുമായി പോകുമ്പോൾ യാതൊരു ബന്ധവും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ വിഷയത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയാൻ ഇനി കഴിയുമോ? കേരള കോൺഗ്രസ് പ്രതിനിധി ആയിട്ടല്ല, ഇടതുപക്ഷ സഹയാത്രി എന്ന നിലയിൽ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്നെ കേരള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യം പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പം പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകൾ എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസി പുറത്തുവിട്ട ചാറ്റല്ല. ഇത് ഏതെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകാൻ ഈ പുറത്തുവിടുന്ന ന്യൂസ് 18 പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു ദയവ് നിങ്ങൾ എഴുതി കാണിക്കുന്ന കേരള കോൺഗ്രസ് എന്നുള്ളത് ചാനലിൽ നിന്ന് മാറ്റണം. എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല വന്നിരിക്കുന്ന വളരെ വിനയപുരസ്സരം ഒന്ന് ഓർപ്പിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. CM രവീന്ദ്രന്റെ കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ ന്യൂസ് 18 എവിടെ നിന്ന് കിട്ടി എന്നുകൂടി നിങ്ങൾ വ്യക്തമാക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചാറ്റുകൾ സ്വപ്ന സുരേഷ് തന്നെയാണല്ലോ EDക്ക് കൊടുത്തത്. അല്ല, EDക്ക് താൻ കൊടുത്ത വാട്സാപ്പ് ചാറ്റുകളാണ് എന്ന് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നയാളോ അന്വേഷണ ഏജൻസിയോ അത് പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട വിചാരണ കോടതി അല്ലെങ്കിൽ ഫയലിംഗ് കോടതിയോ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ അവസരത്തിൽ കുറച്ച് പുകമറകൾ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് ചാറ്റുകൾ പുറത്തുവിടുക, ആ ചാറ്റുകളെ സംബന്ധിച്ച് ചർച്ച എടുക്കുക. നിങ്ങൾ നടത്തണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ പങ്കെടുത്തൊരു ചർച്ചയുണ്ടായിരുന്നു. അന്ന് ചർച്ച നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന CMDR തട്ടിപ്പുമായി ബന്ധപ്പെട്ടെന്നായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചു ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇതാരാണിത്? ഞാൻ പറഞ്ഞിരുന്നു അത് പ്രതിപക്ഷമായിരുന്നു എന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്ത് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ അത്തരം കാര്യങ്ങൾ പ്രത്യക്ഷമായി തെളിവുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുള്ള കാര്യങ്ങൾ ചർച്ച നടത്താതെ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകനെ ജയശങ്കറിനെ പോലെ ആളെയൊക്കെ ഇരുത്തിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തത്. അങ്ങനെ അയാൾ പറഞ്ഞു കേട്ടില്ലേ, ക്യാപ്സൂള് ന്യായീകരണം ഉണ്ട്. അയാളെ പോലെ ഒരു സർക്കാർ വിരുദ്ധ ക്യാപ്സൂൾ നടക്കുന്ന മറ്റൊരാൾ ഈ കേരളത്തിലെ ഒരു ചാനലുകളിലും നമുക്ക് കാണാൻ പറ്റില്ല. കേരള രാഷ്ട്രീയത്തിലെ ഇത്തരം വിസർജനം നടത്തിക്കൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധമായി പോകുന്ന ഇത്തരക്കാര്യമായി വെച്ചുകൊണ്ടല്ല ഇത്തരം ചർച്ചകളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും ഈ നിങ്ങൾ പുറത്തുവിടുന്ന ചാറ്റുകളിൽ പോലും എന്തെങ്കിലും അനാവശ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഒരിക്കൽ ഓരോ കോളുകളൊക്കെ ഈ ചാറ്റിന്റെ അക്ഷരങ്ങൾ തന്നെ നിങ്ങൾ പുറത്തുവിട്ടിരുന്നു. അന്ന് പറയുന്നത് കേരളത്തിലെ പ്രളയക്കെടുതിയുടെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന EU കോൺസുലേറ്റിന്റെ സഹായത്തിന് വേണ്ടി ഇടപെടണം എന്നുള്ളതായിരുന്നു. അപ്പോഴും അതിൽ അയ്യോ എന്നൊരു വാക്ക് രവീന്ദ്രനായിട്ട് കാണിച്ചു. മലയാളം ചാറ്റും കാണിച്ചു. സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് മലയാളം എഴുതാനും വാട്സാപ്പ് ചെയ്യാനും അറിയില്ല എന്ന്.
പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ മലയാളം വാട്സാപ്പ് ചാറ്റ് കിട്ടുന്നു? അല്ലല്ല, ഇതിലുള്ളത് ഈ ചാറ്റുകൾ ഇംഗ്ലീഷിലുള്ളതാണ്. മാത്രവുമല്ല, നമ്മൾ ചില ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. പ്രതിപക്ഷ നേതാവിന്റെ കത്തുകൾ ചർച്ച ചെയ്തു, എല്ലാ വിഷയവും ചർച്ച ചെയ്തു. ഞാനിപ്പോൾ ഇതിന് ശ്രീ ജയശങ്കർ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ച ഉത്തരം പറയാം. ഒഴിഞ്ഞു മാറി ഇല്ല ഉത്തരം തരാൻ പറ്റുമോ? ഈ ചാറ്റിന്റെ ഇതിൽ അങ്ങക്ക് വിശ്വാസമില്ല എന്നാണ് അങ്ങ് വ്യക്തമാക്കുന്നത് അല്ലേ? അതെ. ശരി, അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ എന്ത് സംഭവിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇത് യാതൊന്നും സംഭവിക്കാതെ അദ്ദേഹത്തിന് ഇതിൽ ഏതൊരു പങ്കുമില്ലാതെ അദ്ദേഹത്തിന് 27-ാം തീയതി പുറത്തു വരാൻ കഴിയും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ജനകീയ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് അടുത്ത് ഇടപെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ സഖാവ് സി എൻ രവീന്ദ്രൻ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനെല്ലാം മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചതെന്നും അദ്ദേഹം മൊഴി നൽകി തിരിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് ഒരു വിധമായ നാണക്കേടും ഉണ്ടായില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഹാഫിസ് ഒരു മിനിറ്റ് തുടരും. ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വനാഥൻ കൊച്ചിയിൽ നിന്ന് എവിടെ നിന്നും കൂടിക്കോ ഒരു നിമിഷം. സുവി വിശ്വനാഥൻ കൊച്ചിയിൽ നിന്ന്. സുവി, ഈ ചാറ്റുകൾക്ക് ഒരു ആധികാരികതയും ഇല്ല എന്ന് ശ്രീ ഹാഫിസ് വാദിക്കുന്നു. ഒരു ആധികാരികയും ഇല്ലാത്ത ഒരു ചാറ്റ് മൊഴിയെടുക്കാൻ വേണ്ടി മാത്രം CM രവീന്ദ്രനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ മൊഴിയെടുക്കാൻ വേണ്ടി മാത്രം വിളിച്ചു വരുത്തുന്നത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഈ കോഴക്കേസിൽ ഇല്ല, ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ഇല്ല എന്നാണ് ശ്രീ ഹാഫിസ് പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും ക്രെഡിബിൾ അല്ലാത്ത ഒരു ചാറ്റാണോ പുറത്തു വന്നിട്ടുള്ളത്? മനു, ഈ വാട്സപ്പ് ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 2 ചാറ്റുകൾ, നേരത്തെ CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള ഒരു ചാറ്റ്, അതിനുശേഷം ഇപ്പോൾ CM രവീന്ദ്രൻ സ്വപ്നയുമായി കൂടുതൽ അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചാറ്റ്. ഇത് ധാർമ്മികത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചാറ്റാണ് മിസ്റ്റർ ഹാഫിസ്. ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ വന്ന ചാറ്റ് സംഭാഷണം എന്ന് പറയുന്നത് CM രവീന്ദ്രനെ വിളിക്കൂ എന്ന് ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്ന ചാറ്റ് സംഭാഷണം. ഈ 3 ചാറ്റ് സംഭാഷണങ്ങളുണ്ട്. ഒപ്പം ഇതോടൊപ്പം തന്നെ നിരവധി വേറെയും ചാറ്റ് സംഭാഷണങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചാറ്റ് സംഭാഷണങ്ങളുടെയും സ്വപ്ന സുരേഷ് നൽകിയ മൊഴികളുടെയും മറ്റുള്ളവർ നൽകിയ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ആധികാരികത അറിയില്ല എന്ന് ഹാഫിസ് പറയുമ്പോൾ ഇതിന്റെ ആധികാരികതയ്ക്കൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ ഒരു ചാറ്റ് നടത്തുമോ, ഇത്തരത്തിലൊരു ചാറ്റ് നടത്താൻ പാടുമോ? നമുക്ക് അതിൽ എന്താണ് എഴുതിയത് എന്ന് വായിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രത്തോളം സഭ്യമായതല്ല, ടെലിവിഷൻ സ്ക്രീനിലൂടെ അത് പറയാൻ അത്രത്തോളം സഭ്യമായതല്ല. ആ ഒരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട് മിസ്റ്റർ ഹാഫിസ്. ഒപ്പം ഈ ചാറ്റ് സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി CM രവീന്ദ്രനെ വിളിച്ചു വരുത്തുന്നത്. ഒപ്പം തന്നെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ട്, മറ്റുള്ളവരുടെയും മൊഴിയുണ്ട്. ഇതിൽ ആധികാരികതയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. മനു, ഹാഫിസ്, അതാണ് ഈ ചാറ്റുകൾക്ക് അതാ പറഞ്ഞേ. ഇത് ED പോലൊരു ഏജൻസി അന്വേഷിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ വന്നിട്ട് ഇതിന് ആധികാരികതയുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥ ലൈനിൽ വരുത്തുക. ഇതിൽ ആധികാരികതയുണ്ട്, ഇതിനകത്ത് അന്വേഷിക്കുന്ന ലൈംഗികമായ ചോദ്യമാണ് സംസാരിച്ചിട്ടുള്ളത്. ഹലോ, ചോദിച്ചോളൂ സുവി. അന്വേഷണ ഏജൻസികൾ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത്? അവരെവിടെയാണ്? കോടതിക്കകത്താണ് പറയാറുള്ളത്. കോടതിക്കകത്തുള്ള റിപ്പോർട്ടുകൾ കിട്ടും. സ്വാഭാവികമാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുക എന്ന്. അത് നമ്മൾക്ക് അസ്വസ്ഥമാവുമ്പോൾ ഇത്തരത്തിൽ അതില്ല എന്ന് പറയുന്നത്. ആധികാരികത അവകാശപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ പറയുന്ന പേപ്പർ, അതിന് ഏതെങ്കിലും കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച രേഖയാണെന്ന് നിങ്ങൾക്ക് ന്യൂസ് 18 ചാനലിൽ പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഹാഫിസ്, ഇങ്ങനെ ഒരു രേഖയില്ല എന്ന് അങ്ങോ ഇടതുമുന്നണിയോ തറപ്പിച്ച് പറയുകയാണോ? ഇങ്ങനെ ഒരു രേഖയില്ല എന്ന് അങ്ങനെ തറപ്പിച്ച് പറയുകയല്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമോ എന്നുള്ളത്. ഞങ്ങൾ തറപ്പിച്ച് പറയുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു രേഖ സ്ക്രീനിൽ പുറത്തുവിടുന്നത്. കരിവാരിത്തേക്കാൻ വേണ്ടി
ഈ രേഖ ആധികാരിക രേഖയാണ്. നിങ്ങൾ അല്ലാതെ ഇങ്ങനെ ആധികാരികമായ ഒരു രേഖ കയ്യിൽ കിട്ടാതെ ഞങ്ങൾ ഇത് സ്ക്രീനിൽ പുറത്തുവിടും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ആധികാരികമില്ലാതെ ഒരു രേഖ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ സ്വാഭാവികമായി ഇങ്ങനെ പുറത്തുവിടും? പ്രത്യേകിച്ച് സാധാരണക്കാരൻ ഒരു വ്യക്തിയല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ പുറത്തുവിടും എന്നാണോ അങ്ങ് ധരിക്കുന്നത്? അത് ഉച്ചയ്ക്ക് 12:25 വിളിക്കും. യാതൊരു വിധമായ കോടതിയുടെയോ അന്വേഷണ ഏജൻസിയുടെ സീലോ കോടതിയിൽ നിന്ന് പുറത്തിറക്കുന്ന രേഖയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം നമുക്കിപ്പോ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പ്രിയപ്പെട്ട വിനോദ്, ഞങ്ങൾക്ക് സ്നേഹത്തോടെ അമ്പു എന്ന് വിളിക്കുന്ന ഒരു സഹോദരനാണ് നിങ്ങളുടെ റിപ്പോർട്ടർ. ആ വിനോദിനറിയാം നിങ്ങളുടെ ആധികാരികത പൂർണ്ണമായല്ല ഞാൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. കൃത്യമായും ഞാൻ പറയുന്നു. ഹാഫിസ്, ഒരു മിനിറ്റ് ഞാൻ നമുക്ക് അങ്ങേക്ക് കൂടുതൽ സമയം തരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി വരാം. ഇടവേള നല്ലത് തന്നെ. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച അന്വേഷണം ശക്തമാവുകയാണോ എന്ന ചോദ്യമായിരുന്നു നമ്മൾ ഉന്നയിച്ചിരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ VV വിനോദ് ചേർന്ന്. ഞാൻ ഹാഫിസ് അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒരു നിമിഷം ഞാൻ VV വിനോദിലേക്ക് പോയതിനു ശേഷം മടങ്ങി വരാം. VV വിനോദ്, ഒരു ആധികാരികമില്ലാത്ത ഒരു രേഖ പുറത്തുവിട്ടിരിക്കുന്നു എന്നാണ് ഹാഫിസിൻ്റെ ഒരു പ്രതികരണം. ഒരു ആധികാരികമില്ലാത്ത രേഖ, അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ മാത്രം വിളിപ്പിച്ചിരിക്കുന്നു. അത്ര നിഷ്കളങ്കമായി മാത്രം കണ്ടാൽ മതിയോ CM രവീന്ദ്രൻ്റെ ഈ ഇടപെടൽ? മനു, ഹാഫിസുമായി അദ്ദേഹം നേരത്തെ പേരെടുത്ത് പരാമർശിച്ചതുകൊണ്ടാണ് വ്യക്തിബന്ധം ദീർഘകാലമായി ഉണ്ട്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടേക്ക് വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയമായ ബാധ്യതയും ഉത്തരവാദിത്വവും ഹാഫിസിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നില നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ രേഖകൾ എന്നത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത് പുറത്തുവിടുന്നത് അദ്ദേഹത്തിന് അറിയാം. ദീർഘകാലമായി മാധ്യമപ്രവർത്തകരെ വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഹാഫിസ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ VIP സുരക്ഷയ്ക്ക് ഒരു DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ച് സർക്കാർ തീരുമാനം ഉണ്ടാകുന്നു. അത് ഏതെങ്കിലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ മാധ്യമങ്ങളോട് നേരിട്ട് വിളിച്ച് പറഞ്ഞതല്ല. അതൊക്കെയും രേഖകളാണ്. ഈ രേഖകൾ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നത്? അത് പല വഴികളിലൂടെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. ഉദ്യോഗസ്ഥർ വഴി കിട്ടും, അല്ലെങ്കിൽ ഈ പേഴ്സണൽ സ്റ്റാഫുകൾ വഴി കിട്ടും, കോടതികൾ വഴി പല രേഖകളും കിട്ടാറുണ്ട്. ഇങ്ങനെ ഓരോ വകുപ്പുകളിലും എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്ക് രേഖകൾ കിട്ടുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ശ്രീ ഹാഫിസ്. അദ്ദേഹത്തിന് ദീർഘകാലമായി ഈ മാധ്യമരംഗവും മാധ്യമപ്രവർത്തകരെയൊക്കെയും അറിയാവുന്ന ആളുമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ ചാറ്റുകൾ എന്നതിനപ്പുറം യദു എന്ന നെടുമങ്ങാട് സ്വദേശി ഇപ്പോൾ എങ്ങനെയാണ് ശിവശങ്കരൻ വീണ്ടും അറസ്റ്റിലാകുന്നത്? അതായത് കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്ന് ED അവകാശപ്പെടുകയും അതിൻ്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. യദുവിന് ഇങ്ങനെ സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തി കൊടുത്തതിന്, അതായത് യൂണിടാക്കിനെ ഈ കരാറുകാരനായി കൊണ്ടുവരുന്നതിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് യദുവാണ്. യദുവിന് അതിന് 3 ലക്ഷം രൂപ ലഭിച്ചു എന്ന രേഖകൾ കൂടി ഇപ്പോൾ ED പുതുതായി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ കൂടി ഈ കേസിൻ്റെ ഭാഗമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദ്യം ചെയ്യാൻ EDക്ക് ശിവശങ്കരനെ വിട്ടുകൊടുക്കുകയും ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിൽ തുടരുന്നതും ഇതേ കാര്യത്തിലാണ്. ഈ കോഴ വിവാദത്തിലാണ് ഈ ചാറ്റുകൾ കൂടി ഇതിൻ്റെ രേഖകളായി അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ED ചോദ്യം ചെയ്യുന്നു. അത് CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ CPMലുള്ള ഈ വിഷയവുമായി അല്ലെങ്കിൽ കൂടി EP ജയരാജൻ ആ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, അതിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾ, ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതൻ കൂടി വീണ്ടും EDക്ക് മുന്നിലേക്ക് വരുന്നത്. സ്വാഭാവികമായും CPMനെ സംബന്ധിച്ച് ഇത് പ്രതിരോധം തീർക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ചെറുത്ത് നിൽക്കുക എന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യവുമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഇങ്ങനെ CM രവീന്ദ്രൻ നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യൽ അദ്ദേഹത്തെ 3 തവണ വിളിച്ചു വരുത്തിയപ്പോഴും, സ്വർണ്ണക്കടത്ത് കേസുമായി 3 തവണ നോട്ടീസ് നൽകിയപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് അദ്ദേഹത്തിന് രോഗത്തിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ്, കോവിഡിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മാറിയത്. ഏറ്റവും ഒടുവിൽ 4ാമത്തെ തവണ അദ്ദേഹം വരുന്നു. മാത്രവുമല്ല, ഇവിടെ ഈ രാജകുടുംബം സന്ദർശിക്കുന്ന സമയത്ത് റൂട്ട് പോലും മാറ്റി ക്ലിഫ് ഹൗസിലേക്ക് അവരെ കൊണ്ടുപോയി എന്നും രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും അതൊന്നും നിഷേധിച്ചുകൊണ്ട് ആരും ഇതുവരെ രംഗത്തേക്ക് വന്നിട്ടില്ല. അവിടെയൊക്കെയും ചിത്രങ്ങളുണ്ട്. എന്തിനങ്ങനെ റൂട്ട് മാറ്റി എന്നതിന് പോലും ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും തന്നെ അക്കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും
CN രവീന്ദ്രൻ വീണ്ടും ഇഡിക്ക് മുന്നിലെത്തുമ്പോൾ അത് CPM-നെ സംബന്ധിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് പാർട്ടിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം മാത്രവുമല്ല, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി നടത്തുന്ന ജനകീയ പ്രതിരോധ യാത്ര, ആ യാത്രയിൽ ഉയർത്തുന്നത് ഈ വർഗീയത ചെറുക്കുക ഞാൻ ഒന്ന് മടങ്ങി വരാം. ഹാഫിസ് തുടരുന്നുണ്ട്. ശ്രീ ഹാഫിസ്, രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഇത് ആധികാരികമായൊരു രേഖയാണെന്ന തലത്തിൽ ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാര്യം പ്രധാനമായും പ്രത്യേകിച്ച് സുവി ഉന്നയിക്കുന്നത്, ഇത് ഒരു സ്ത്രീ ഒരു ആവശ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ് വാട്സപ്പിലൂടെ വരുന്നത്. അത് പലതും സഭ്യമല്ല, മദ്യപിക്കാനൊക്കെയാണ് ക്ഷണിക്കുന്നത്. ഞാൻ അത് മുഴുവൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അത്തരത്തിൽ അവരോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക എന്ന രീതിയൊക്കെയാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഇനി എവിടെയാണ് ഇതിൽ ആശയക്കുഴപ്പമുള്ളത്? ഞാൻ ആദ്യമായിട്ട് എന്റെ പ്രിയ സഹോദരൻ വിനോദ് പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. വിനോദ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. വിനോദ് എന്റെ അടുത്ത സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയനുമാണ്. വിനോദ് തെളിവുകളും രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു തർക്കത്തിന്റെ കാര്യമില്ല. പക്ഷേ മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ നിങ്ങളുടെ ചാനൽ ഫ്ലോറിൽ ഇരുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു വ്യവസായിക്ക്, ഒരു വിദേശ പ്രവാസിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് പണം നൽകി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാനലിന്റെ ആങ്കർ അങ്ങേപ്പോലെ അവതരിപ്പിച്ച രഞ്ജിത്ത് രാമചന്ദ്രനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ആ പേരറിയാമെങ്കിൽ അങ്ങ് പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇപ്പോഴും നിങ്ങളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓൺലൈനിലും ഒക്കെ ആ ലിങ്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല, അന്വേഷണ ഏജൻസി പുറത്തുവിട്ടാൽ മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് രഞ്ജിത്ത് രാമചന്ദ്രൻ പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങളിൽ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ അന്ന് അങ്ങനെ പറയുകയും ഇന്ന് വിനോദിനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, സത്യസന്ധനായ മാധ്യമ പ്രവർത്തകൻ കടന്നു വന്നിട്ട് ഞാനാണ് ഇത് ചെയ്തിരിക്കുന്നത്, പുറത്തു വിട്ടിരിക്കുന്നത് പറഞ്ഞ് ഞാനത് പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, ഇത് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടേതല്ല, ഏതെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഹാജരാക്കപ്പെട്ട രേഖയല്ല, അല്ലാത്ത ഒരു രേഖയാണ്. നിങ്ങൾ ആധികാരികമെന്ന് പറയുമ്പോൾ അതിന്റെ ആധികാരികത അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ലൈംഗിക ചുവയോടെയുള്ള ഒരു ആരോപണം ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, മദ്യപിക്കാൻ വിളിച്ചു എന്ന് ഇതിന് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ കാണിക്കുന്നതിൽ പലതും റെഡ് ലൈൻ ചെയ്തുകൊണ്ട് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ചാറ്റ് കാണിക്കുന്നത്. മാത്രവുമല്ല, ഇത് അതിന്റെ ലൈവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ട് അല്ല, മറിച്ച് അതിന്റെ പ്രിന്റ് ഔട്ടാണ്. അപ്പൊ നമുക്ക് ഇത് അയച്ച ആളോടോ അല്ലെങ്കിൽ സ്വീകരിച്ച ആളോണ് ഞങ്ങൾ ഇങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാവുന്ന, കേരളത്തിനറിയാവുന്ന CM രവീന്ദ്രന് ഇങ്ങനൊരു മുഖമില്ല. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസിക്ക് മുന്നേ വരുമ്പോൾ ഒരിക്കലും ഒരു പ്രതിസ്ഥാനീയനായി വരില്ല. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് 4 തവണ ഞാൻ അങ്ങയിലേക്ക് ഒരു നിമിഷം മടങ്ങി വരാം. അങ്ങേക്ക് ആവശ്യമുള്ള സമയം തരികയും ചെയ്യും. ഇല്ല, പകുതി പറയാനാണെങ്കിൽ എന്നെ വിളിക്കാതെ പൂർത്തീകരിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞ് പകുതി ആകുമ്പോൾ അങ്ങേലേക്ക് മടങ്ങരുത് പറഞ്ഞത് അത് ശരിയായ രീതിയല്ല. ഞാൻ അതിന്റെ ആവശ്യമുള്ള സമയം തരും. ഞാൻ അതിലൊന്നും പൂർത്തിയാക്കോ. ഞാൻ തേങ്ങ ഇടാൻ കയറുന്നു എന്ന് പറയും. തേങ്ങ പറയുമ്പോൾ കട്ട് ചെയ്താൽ പിന്നെ എങ്ങനെയാണ്? ശരി, അങ്ങ് പൂർത്തിയാക്കോ. ഞാൻ ഇല്ല, നിങ്ങൾ പറഞ്ഞത് അടുത്ത ആൾ കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ. ഞാൻ ഇപ്പോൾ ഒരു നിമിഷം, ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണരാജ്, ഇതിൽ ഒന്നും സംശയിക്കാനില്ല, CM രവീന്ദ്രന്റെ പങ്ക് ഒന്നും സംശയിക്കാനില്ല. അദ്ദേഹത്തെ ഒരു മൊഴി എടുക്കാൻ ഒരു നിമിഷം പറയൂ. ഒരു നിമിഷം വിനോദാണ്. അതായത് ശ്രീ മുഹമ്മദ് ഹാഫിസ് ചോദിച്ചത്, എറണാകുളത്ത് ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വാങ്ങിയ പ്രവാസി ആരാണ്, അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത്ത് രാമചന്ദ്രൻ റീഡറായിരുന്നപ്പോൾ പറഞ്ഞില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കൊടുക്കാം. മുഹമ്മദ് ഹനീഫ എന്നാണ് ആ പ്രവാസി. അദ്ദേഹത്തിന്റെ മക്കൾ പ്രവാസികളാണ്. കണ്ണൻ ചക്കശ്ശേരിൽ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. ആളംതുരുത്ത് വടക്കേക്കര PO. ഇങ്ങനെ ഒരു പ്രവാസി അല്ലെങ്കിൽ സമ്പന്നനായ കുടുംബാംഗത്തിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ലഭിച്ചത്. അദ്ദേഹത്തിന് ആ പേര് അറിയണമെങ്കിൽ ആ പേര് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഈ പട്ടികയിലുള്ള ആളുകളുടെ പേരെല്ലാം നമുക്കുണ്ട്. അത് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് നൽകാവുന്നതുമാണ്. ഇനി തുടരാം, ചർച്ച തുടരാം. വിനോദ് പറഞ്ഞൊരു മറുപടി ഞാൻ വിനോദുമായി തർക്കത്തിലല്ല വന്നെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഈ കാര്യത്തിൽ നമ്മൾക്ക് മുന്നിൽ വന്ന ഈ പറഞ്ഞ മുഹമ്മദ് ഖലീഫയ്ക്ക് വേണ്ടി കത്ത് നൽകിയത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ദരിദ്ര കുടുംബാംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയതിന് ശേഷമാണ് നടപടി ഉണ്ടായത്. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പങ്ക് ഇത് തട്ടിപ്പാണെങ്കിൽ ആ കേസിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയായി എടുക്കണമെന്ന് ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെടുന്നു. അത്രേ ഉള്ളൂ.
ഞാൻ ഇനി ഒരു സെക്കൻഡ് ഞാൻ മടങ്ങി വരാം. നമുക്ക് ഒന്ന് അഭിഭാഷകനായ കൃഷ്ണരാജിലേക്ക് പോകാം. ശ്രീ കൃഷ്ണരാജ്, വളരെ നിഷ്കളങ്കമായ ഒരു പങ്കാണോ CM രവീന്ദ്രന് ഈ കേസിൽ ഉള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ വാട്സപ്പ് ചാറ്റുകൾ അവിശ്വസനീയമല്ല എന്ന് പറയുന്നു ശ്രീ ഹാഫിസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മൊഴിയെടുക്കാൻ മാത്രം വിളിപ്പിച്ചതായി കണക്കാക്കാൻ ആകുമോ? ഇഡിക്ക് അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളിൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ CM രവീന്ദ്രന്റെ പങ്ക് എന്താണ്, അത് ഇഡി എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കിപ്പം ഹലോ വ്യക്തമാക്കാനായില്ല. പറയൂ. കേൾക്കാമോ? കേൾക്കാം. അതിപ്പോ ഈ CM രവീന്ദ്രന്റെ പങ്ക് എന്താണ്, ഇഡി എന്തിനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും ഇപ്പം TV കൂടെ പറയാൻ നമുക്ക് പറ്റില്ല. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. CM രവീന്ദ്രന്റെ പങ്ക് ഈ കേരളത്തിൽ നടക്കുന്ന ഈ അഴിമതികളിലെയും ഈ വെട്ടിപ്പിന്റെയും മൊത്തം വെട്ടിപ്പിന്റെയൊക്കെ പങ്ക് അതായത് CM രവീന്ദ്രന്റെ ഒറിജിനൽ CM ആയ മുഖ്യമന്ത്രിയുടെ പങ്ക് ഒക്കെ നമുക്ക് ഇനിയിപ്പോ സമയമുണ്ടല്ലോ. പക്ഷെ ഈ ചാറ്റിന്റെ കാര്യം പറഞ്ഞാല്, ഈ ചാറ്റിന്റെ ആധികാരികത ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല, അപ്പൊ അദ്ദേഹം ആരും ആയിക്കോട്ടെ, അപ്പൊ അദ്ദേഹത്തിന് സംശയിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇവരുടെ ഈ വിഴുപ്പുവാണ്ടം ചുമക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിഷ്യറി ആകുമ്പോൾ അദ്ദേഹത്തിന് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംശയിക്കേണ്ടി വരും. പക്ഷേ ഇതിന്റെ സംശയം രേഖപ്പെടുത്തേണ്ടത് സ്വപ്നയാണ്. സ്വപ്ന സുരേഷാണ് സംശയം രേഖപ്പെടുത്തേണ്ടത്. സ്വപ്ന സുരേഷിനും സംശയമില്ല. അദ്ദേഹത്തിന്റെ അവകാശമായി ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ ചാറ്റ് നടന്ന ചാറ്റ് തന്നെയാണ്. ഇതല്ലാതെ വേറെ ഒരുപാട് ചാറ്റുകളുണ്ട്, ഒരുപാട് ചാറ്റ് ഇടയിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ആ ചുമന്ന മഷി കൊണ്ട് ഇത് മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ മിസ്റ്റർ ഹഫീസ്, ആ ചുമന്ന മഷി കൊണ്ട് മറച്ചത് അവിടെ ഇരിക്കുന്ന TV ചാനലിരിക്കുന്ന ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിക്കും ഇത് ന്യൂസ് വായിക്കുന്ന അങ്ങേക്കുമൊക്കെ ഇത് പുറത്തു പറയാനുള്ളൊരു മടി കൊണ്ടാണ്. പക്ഷേ ഈ സംഭവം വേറെ ചാനലുകൾ കാണിക്കുന്നുണ്ട്. ആ ചുമന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയോട് CM രവീന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ വീട്ടിനകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു അംഗത്തെ കൂട്ടി വെച്ചിരിക്കുന്ന CM രവീന്ദ്രൻ ഈ സ്വപ്ന സുരേഷിന്റെ ആ ചാറ്റിൽ പറയുന്നത് അമ്മിഞ്ഞപ്പാലാണ് ഞാൻ സാറിന് കുടിക്കാറുള്ളത് എന്നാണ് പറയുന്നത് മിസ്റ്റർ ഹഫീസ്. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ സ്വപ്ന സുരേഷ് പറഞ്ഞത് ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുക. ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരാളുടെ ചാറ്റാണ്, അസമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയോടുള്ള ചാറ്റാണിത്. ഇതുമാതിരി വേറെ ഒരുപാട് ചാറ്റുണ്ട്. ഹഫീസിന് വേണ്ടേ തരാം, ഇഷ്ടം പോലെ ഉണ്ട്. വേണോ? ഇതിന്റെ ആധികാരികതയെ പറ്റിയൊന്നും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇതിന്റെ ഇങ്ങനൊരു ഈ CM രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ എന്തിനാണ് സ്വപ്നയുമായി ചാറ്റ് ചെയ്തത്? അതിനെപ്പറ്റി സംസാരിക്കൂ. ചുണയുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കൂ. എന്താണ് CM രവീന്ദ്രൻ, അതായത് മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷുമായിട്ട് എന്താണ് ബന്ധം? അത് സംസാരിക്കൂ. ചുണയുണ്ടെങ്കിൽ അത് സംസാരിക്കൂ. പക്ഷെ അത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രീ ഹാഫിസ്, ഈ ചാറ്റുകളുടെ ആധികാരികത കൂടി അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ കണ്ടന്റുകൾ കുറെ കൂടി വ്യക്തമാക്കുന്നു. ഞങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അത് പറയാതിരുന്നതിൻ്റെ കാരണവും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു കാണും. എന്ത് പറയാനുണ്ട് ശ്രീ ഹാഫിസ്? അല്ല, എന്റെ ചോണയൊക്കെ ചോദിക്കാനും അത് കാണിക്കാനും ഞാൻ അതിന്റെ ഒരു ഇതിലേക്ക് പോയില്ല എങ്കിലും അല്ല, എന്റെ ചോണ തെളിയിക്കേണ്ടത് ഇതുപോലെ 3 കെട്ട ഒരുത്തിന് മുമ്പിലല്ല. പിന്നെ വിരിപ്പ് പാണ്ട് ചുമക്കുന്ന ആരാണെന്നും ഇപ്പൊ വിരിപ്പ് പാണ്ട് മാറുന്ന കൂടിയാണെന്ന് പേഴ്സണൽ ടോക്കിലേക്ക് അല്ലാതെ അദ്ദേഹത്തിന്റെ സംസ്കാരമാണ്, അദ്ദേഹം പഠിച്ച സംസ്കാരവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹം വിശ്വസിക്കുന്ന ആ മതത്തിന്റെയും ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഈ തറവിയിൽ സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ്. ഒരു LDF നിൽക്കുന്ന ഒരുത്തന്റെ ഒരു സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? തറയോട് തറ, താരത്തോട് താരം. നിങ്ങൾ തറയായി സംസാരിച്ചുകൊണ്ട് നിങ്ങളോട് തറയായിട്ട് തന്നെ സംസാരിക്കുന്നുള്ളൂ. വിരിപ്പ് പാണ്ട് എന്ന വാക്ക് ഉപയോഗിച്ച താങ്കളാണ്. ഞാൻ വിരിപ്പ് പാണ്ഡം ചുമക്കുന്നതെങ്കിൽ താങ്കളുടെ തലയിൽ ഇപ്പോൾ ഇരിക്കുന്ന വലിയ വിരിപ്പ് പാണ്ഡം എന്താണെന്നും ആ വിരിപ്പ് പാണ്ഡം ഈ കേരളത്തിലും ഞാനൊരു വക്കീലാണ്. എനിക്ക് വിരിപ്പ് പാണ്ഡമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചൊരു കക്ഷിയാണ്, അത്രേ ഉള്ളൂ. ആരും വിരിപ്പ് പാണ്ഡമല്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അന്നമാണ് ഈ പറയുന്ന രാഷ്ട്രീയം.
ആ രാഷ്ട്രീയം നിങ്ങൾക്ക് ചുമക്കേണ്ടി വരും. ഞാൻ അങ്ങേക്ക് സമയം തരാം. മെറ്റീരിയൽസോട് സംസാരിക്കൂ. ശ്രീ കൃഷ്ണരാജ്, ഞാൻ അങ്ങേക്ക് സമയം തരാം. മെറ്റീരിയൽസോട് സംസാരിക്കൂ. ഹാഫിസ്, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെറ്റീരിയൽസോട് സംസാരിക്കൂ. ഇതിന്റെ മാറ്റർ ഓഫ് ഫാക്ടോട് സംസാരിക്കൂ. കൃഷ്ണരാജ്, ഞാൻ അങ്ങേക്ക് സമയം തരാം. ശ്രീ ഹാഫിസ്, ഞാനൊരു കാര്യം നമുക്കിതിന്റെ കണ്ടന്റിലേക്ക് വരാം. അല്ല, നമ്മൾ ഈ വാക്തർക്കത്തിന് അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു എനിക്ക് മറുപടി പറയാൻ സമയം തരണം. തരാം. CM രവീന്ദ്രനും മുഖ്യമന്ത്രിയുടെ പറ്റി അല്ലെങ്കിൽ CM രവീന്ദ്രനും സ്വപ്ന സുരേഷുള്ള ബന്ധത്തെ പറ്റി സംസാരിക്കാൻ ധൈര്യമുണ്ടോ അങ്ങേക്ക്? അല്ല, എന്റെ സമയമാണെങ്കിൽ എനിക്ക് ശരി. അല്ല, ഒരു മിനിറ്റ് ശ്രീ കൃഷ്ണരാജ്, അദ്ദേഹം പേഴ്സണലായിട്ട് സംസാരിക്കുക. മാറ്റർ ഓഫ് ഫാക്ടിലേക്ക് സംസാരിക്കുക. ആയിക്കോട്ടെ. നോക്കൂ ശ്രീ കൃഷ്ണരാജ്, ഞാൻ അങ്ങേക്ക് സമയം തരാം. അങ്ങേക്ക് സമയം തരാം. ഞാൻ ഒരു മിനിറ്റ് ഹാഫിസ് സംസാരിക്കട്ടെ. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. ശ്രീ ഹാഫിസ് പറയൂ. അദ്ദേഹം സമയം തരും. ഇല്ല, ശ്രീ കൃഷ്ണരാജ് അങ്ങേക്ക് സമയം തരും. ശ്രീ ഹാഫിസ് തുടരും. അല്ല, അനാവശ്യമായ അനാവശ്യം പറയില്ല. അനാവശ്യ തർക്കത്തിലേക്കല്ല ഇത്. അങ്ങയുടെ വൃത്തികെട്ട വർത്താനം കേൾക്കാനല്ല ഞാൻ ഒരു മിനിറ്റ് ശ്രീ കൃഷ്ണരാജ്, ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഞാൻ ഒരു മിനിറ്റ് സമയം തരും. അദ്ദേഹം പറയട്ടെ. ശ്രീ ഹാഫിസ്. അല്ല, അയാളെ പറഞ്ഞു എന്റെ അന്നമാണ് രാഷ്ട്രീയമെന്ന്. ഞാൻ എന്റെ കൃഷിഭൂമിയിലാണ്, ഞാൻ ജോലി ചെയ്തുകൊണ്ട് എന്റെ കൃഷി. അല്ല, അതല്ല നമ്മുടെ തർക്ക വിഷയം. അങ്ങയുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചല്ലോ തർക്ക വിഷയം. ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്ത്രീയോട് ചാറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനെ കേരളം എങ്ങനെ നോക്കിക്കാണണം? ഉയർന്ന ആരോപണം ഈ നിങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ചാനലിൽ എനിക്കെതിരെ ലൈവായി ഉന്നയിച്ച ആരോപണമാണ് എന്റെ അന്ന രാഷ്ട്രീയമാണെന്ന്. ഞാൻ എന്റെ ജോലി സ്ഥലത്ത് എന്റെ കൃഷിയുമായി നിൽക്കുന്ന സ്ഥലത്ത് എന്നോട് മഞ്ജുഷി വിളിച്ചിട്ട് ഭൂമിയിൽ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ജോലി സ്ഥലത്താണ് എന്ന് പറഞ്ഞ് കൃഷിഭൂമിയിൽ നിന്ന് എന്റെ ജോലി മാറ്റി നിർത്തിക്കൊണ്ട് കർഷകനായി ഞാൻ സംസാരിക്കുകയാണ്. അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു, അത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഒരു കർഷകൻ എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തനത്തെയും ഒക്കെ അംഗീകരിക്കുന്നു. നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. അല്ല, അപ്പൊ ഇങ്ങനത്തെ വൃത്തികേട്. പിന്നെ രണ്ടാമത്തെ വിഴിപ്പ് പാണ്ഡം ഞാൻ ചുമക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ അയാൾ ചുമക്കുന്ന വിഴിപ്പ് പാണ്ഡം എത്രയോ വലുതാണ്. ആയിക്കോട്ടെ, അതല്ല അതിലേക്ക് നമുക്ക് വരാം. വ്യക്തിപരമായ പരാമർശങ്ങൾ നമുക്ക് തൽക്കാലം ഒഴിവാക്കിയിട്ട്. അങ്ങനെയല്ല, ഞാനായിട്ട് ഉന്നയിച്ച ആരോപണമല്ല. എനിക്കെതിരെ വന്ന ആരോപണത്തിന് മറുപടി നൽകാൻ ഒരു അല്ല, അങ്ങ് അതല്ല. ശരി, അത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് അല്ല, അയാൾ ഉന്നയിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞതിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. എന്റെ ചൊണയും ആണത്വം ഒക്കെ തെളിയിക്കേണ്ടത് ഇതുപോലെയുള്ള 3ഉം 4ഉം കെട്ടവരുടെ മുമ്പിലല്ല എന്നുകൂടി ഞാൻ പറയുന്നു. അല്ലല്ല, നമ്മൾ അങ്ങനെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോകാതെ നോക്കൂ, ഇതൊരു ടെലിവിഷൻ ചർച്ചയാണ്. ആളുകൾ ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിൽ വരില്ല, അദ്ദേഹത്തിന് വിഷയത്തിൽ വരാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവരെ ഈ പറഞ്ഞ മാതിരി സ്ത്രീകളോടും അപമര്യാദ പെരുമാറുകയും ബാക്കിയുള്ളവരെ 3ഉം 4ഉം കെട്ടവർ എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ള ആളാണ് ആഫീസ്. അല്ല, നോക്കൂ പ്ലീസ്, നമുക്ക് ഈ തർക്കം പേഴ്സണൽ തർക്കത്തിൽ നിന്ന് മാറി നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ പറ്റില്ല. ഇയാൾ പറഞ്ഞ വൃത്തികേടുകൾക്ക് മറുപടി പറഞ്ഞു മാത്രമേ. ഇയാൾ പറഞ്ഞല്ലേ ഞാൻ വീട്ടുപാട് ചുമക്കുന്നത് ഒരു മറുപടി പറഞ്ഞല്ലോ, അത് കേട്ടു. ഇയാളെന്നൊക്കെ വിളിക്കുന്ന സംസ്കാരം അങ്ങ് വളർന്നു വരുന്ന ആ വീട്ടിലെ സംസ്കാരമാണ്. ഞാൻ മിസ്റ്റർ ഹാഫീസാണ് അഭിസംബോധന ചെയ്തത്. സംസ്കാരമാണ് ഈ വെളി കാണിക്കുന്നത്. അതാണ് നിന്റെ അത്ര വലിയ അങ്ങ് അന്തസ്സായിട്ട് പെരുമാറാൻ ശ്രമിക്കൂ. ബോധിപ്പിക്കാനാണെങ്കിലും അന്തസ്സായിട്ട് പെരുമാറാൻ ശ്രമിക്കൂ. പറഞ്ഞവന്റെ സംസ്കാരം കാരണമെങ്കിൽ നിങ്ങൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക. അല്ല, ഒരു മിനിറ്റ്, ഇതിൽ ആരുടെ ഹാഫീസ്, ഇത് നമ്മൾ ശ്രീ കൃഷ്ണരാജിന്റെ വ്യക്തികാര്യങ്ങളോ അല്ലെങ്കിൽ ഹാഫീസിന്റെ വ്യക്തികാര്യങ്ങളോ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരം ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളെ കുറിച്ചാണ്. അതിനാണ് ഞാൻ ശ്രീ ഹാഫീസിൽ നിന്ന് മറുപടി ചോദിക്കുന്നത്. മറ്റു കാര്യങ്ങൾ അപ്രസക്തമാണ്, അത് വിട്ടേക്കും. ആ ഒരു സമയത്ത് താങ്കൾ എന്ത് ചെയ്യണമായിരുന്നു? എനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് വിലക്കണമായിരുന്നു. അത് വിലക്കാതെ ഏകപക്ഷീയമായി തുടരുന്നത് ശരിയല്ല. ഇല്ല, ഏകപക്ഷീയമായി തുടരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങക്കെതിരെയുള്ള അത്തരം ആരോപണങ്ങൾ ഞാൻ എൻഡോസ് ചെയ്യുന്നുമില്ല. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ആ വിഷയത്തിലേക്ക് വരാൻ ഇടയ്ക്ക് കയറി ഇടപെടരുത്. ആദ്യത്തെ ഒരു ഡിബേറ്റ് ആണ്. ഞാൻ ഫോണിൽ എന്റെ ജോലി സ്ഥലത്താണ്, അങ്ങയുടെ ജോലി സ്ഥലത്താണ്. അപ്പം നമുക്ക് കൃത്യവും മാന്യമായി കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാൻ തന്നെ ആഗ്രഹിക്കുമ്പോൾ വ്യക്തിപരമായി കടന്നാക്രമണം നടത്തി. അത് പോട്ടെ, ഇതിലേക്ക് വരൂ.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല, തറയോട് തറ, താരത്തോട് താരം, ആ രീതിയിൽ തന്നെ നമുക്ക് ചർച്ച അത് വിടൂ. അല്ല, നമുക്ക് ഈ വിഷയത്തിലേക്ക് സംസാരിച്ചാൽ നമുക്ക് മാന്യമായി മുന്നോട്ട് പോകാം. അതല്ല തറയാണ്. അല്ല ശ്രീ ഹാഫിസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാൾ വരുമ്പോൾ ഇങ്ങനെയാണോ CM രവീന്ദ്രനെ പോലെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മെസ്സേജുകൾ അയക്കേണ്ടത്? ഇത് എന്തൊരു നിലവാരമാണ് സൂചിപ്പിക്കുന്നത്? ഇത് നമ്മുടെ അതിന്റെ ആധികാരികത ഏകപക്ഷീയമായി കാണിക്കേണ്ട ഒന്നല്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ ബഹുമാന്യായ ശ്രീ CM രവീന്ദ്രനെ വിളിച്ച് അങ്ങേ അയച്ച മെസ്സേജ് ആണോ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ അയക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കണമായിരുന്നു. നിങ്ങൾ അത് ചോദിക്കാതെ ഇടതുപക്ഷ സഹയാത്രിക എന്ന നിലയിൽ ജോലി സ്ഥലത്ത് തന്നെ വിളിച്ചിട്ട് ഇത് സംബന്ധിച്ച് ചാറ്റ് സംബന്ധിച്ച് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്, ഏതാണ് ചാറ്റ് എന്ന് ചോദിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം പ്രതികരിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നോട് നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അയച്ചൊരു ചാറ്റ്, ഞാൻ ഒരു സ്ത്രീയോട് പറയുകയാണ് എനിക്ക് ഇതിന്റെ അമ്മിഞ്ഞാപ്പാല് കുടിക്കണം എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ആ സ്ത്രീക്ക് അത് സമ്മതമല്ലാത്തിടത്തോളം കാലം, ആ സ്ത്രീക്ക് ഒരു സമ്മതമുള്ള കാലത്തോളം ഇതൊരു പരാതിയായി വരുന്നില്ല. ആ സ്ത്രീ അപ്രകാരം ഒരു പരാതി ആർക്കെതിരെയാണ് ഉന്നയിച്ചത്, അതിന് മറുപടി പറയാൻ ബാധ്യത ആരോപണ വിധേയനാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂടി അത് സൂചിപ്പിക്കുന്നില്ലേ? സ്വാഭാവികമായും ഇങ്ങനെ തമ്മിൽ നല്ല സൗഹൃദ ബന്ധവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കരാർ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ പരിചയം കാണും. ആ ഒരു പരിചയം തീർച്ചയായിട്ടും ഈ ഹോണറബിൾ മാഡത്തിനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഹോണറബിൾ മാഡം ഇത്തരം ആൾക്കാരുടെ നമ്പർ മേടിച്ച് സേവ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ ചാറ്റുകളിൽ നിങ്ങൾ കൊണ്ടുവന്ന ആദ്യത്തെ ചാറ്റ് ഈ നിമിഷം വരെയും ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുത്തൊരു ചാറ്റ് എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കാം അങ്ങ് കരുതുന്നത് CM രവീന്ദ്രനെ ഇത്തരത്തിൽ ഒരു മൊഴിയെടുക്കാൻ ED വിളിപ്പിച്ചതിന്റെ കാരണം എന്തായിരിക്കാം? CM രവീന്ദ്രൻ അറസ്റ്റിലേക്ക് നിങ്ങൾ കൊടുത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് 2 വർഷങ്ങൾക്ക് മുമ്പ്. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കാം. ഞാനിപ്പോൾ നിങ്ങൾ ഈ ഇടവേള കിട്ടിയ സമയത്ത് ഞാൻ എന്റെ വൈഫിന്റെ ഫോണിൽ, അവൾ എന്റെ കൂടെ ഈ കൃഷിഭൂമിയിലുണ്ട്, ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ആ സ്ക്രീൻഷോട്ട് അങ്ങ് ആ 2 വർഷം കഴിഞ്ഞു ആ കേസിൽ ചാർജ് കൊടുത്തു. CM രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ റിപ്പോർട്ട് വന്നിരുന്നു. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ നിങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ തെറ്റുണ്ടേ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അന്നും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു, ഇത് ചോദ്യം ചെയ്യലല്ല. ആ ചോദ്യം ചെയ്യലും പ്രതിയാണ് ചോദ്യം ചെയ്യേണ്ടത്, ഇൻട്രോഗ്രേഷൻ. ഇത് മൊഴി രേഖപ്പെടുത്തലാണ്. ഇത് CRPC 160 പ്രകാരം നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇതിനെ കാണേണ്ട കാര്യമില്ല. ശ്രീ VV വിനോദ്, ഇത് വെറും ഒരു മൊഴിയെടുക്കൽ, CRPC 160 പ്രകാരമുള്ള ഒരു മൊഴിയെടുക്കൽ മാത്രമാണോ? മനു, ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. നേരത്തെ ഇല്ലാതിരുന്ന ഒരാളെ കൂടി, അതായത് ഈ കോഴ ഇടപാടിൽ ഒരു ആളെ കൂടി ഈ കേസിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശിവശങ്കരൻ്റെ അറസ്റ്റ് നടന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ CM രവീന്ദ്രനെ അതാ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാക്ക് നമ്മുടെ ഒരു റിപ്പോർട്ടർമാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ റിപ്പോർട്ടിങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതാ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ വിളിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊരു വസ്തുത. മറ്റൊന്ന്, അദ്ദേഹം ഈ വിഷയം മാറിപ്പോകുമെങ്കിലും ദുരിതാശ്വാസ നിധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പരവൂരിലെ ആളിന് കത്ത് കൊടുത്തത് VD സതീശൻ മാത്രമല്ല, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജനപ്രതിനിധികളായ പലരും കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന കത്തുകൾക്കപ്പുറം ഹാഫിസിനും അറിയാമായിരിക്കും എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ലഭിക്കുന്നതെന്ന്. മുഖ്യമന്ത്രിയുടെ സെല്ലിലേക്ക് പോവുകയും അവിടെ നിന്ന് കളക്ടറേറ്റിലേക്ക് അയക്കുകയും താലൂക്കിലേക്കും തുടർന്ന് വില്ലേജിലേക്കും പോവുകയും വില്ലേജ് ഉദ്യോഗസ്ഥർ അവിടെ പോയി കൃത്യമായി ഈ ആളിന് രോഗമുണ്ടോ, വീട് തകർന്നിട്ടുണ്ടോ, ഇത്തരം പരിശോധനകൾ നടത്തിയാണ് അപേക്ഷകളിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ഞാൻ ഒരു മിനിറ്റ്, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അത് ഇതിന്റെ ഭാഗമല്ല. ഒരു നിമിഷം, അതായത് ഒരിക്കലുമല്ല. അരമണിക്കൂർ മുൻപ് നമ്മൾ തന്നെ നൽകിയ ലൈവ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത്. അദ്ദേഹം CPM കാരനാണ്. അദ്ദേഹത്തിന്റെ ലൈവാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് അതിൽ ഒരു രാഷ്ട്രീയമില്ല.
ചിറയൻകീഴല്ല അദ്ദേഹത്തിന്റെ ബൈറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ബൈറ്റ് കൃത്യമായി അദ്ദേഹം പറയുന്നു, എനിക്ക് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് തെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജുവിന്റെ ബൈറ്റ് നമ്മൾ കേൾപ്പിച്ചതാണ്, ലൈവായി അരമണിക്കൂർ മുൻപ് കൊടുത്തതാണ്. നമുക്ക് ഇതിൽ ഒരു രാഷ്ട്രീയമില്ല. അവിടെ ഈ പരാതി ഉന്നയിച്ചു വന്നത് ഒരു CPM നേതാവാണ്, CPM പ്രവർത്തകനാണ് അദ്ദേഹം. CPMന്റെ വിനോദെ, നമുക്ക് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് കൂടി കൃഷ്ണരാജിലേക്ക് പോയിട്ട് മടങ്ങി വരാം. ശ്രീ കൃഷ്ണരാജ്, ഇത് CRPC 160 പ്രകാരമുള്ള ഒരു മൊഴിയെടുക്കൽ മാത്രമാണോ? ഈ സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ ED ശ്രമിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെ കരുതാൻ വഴിയുണ്ടോ? എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, ഓഫീസിന് ചിലപ്പം EDയുടെ ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാണും. എനിക്ക് ബന്ധമില്ല. ഏതായാലും കോഴ ഇടപാടുകളിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വളരെ വ്യക്തമായി ഒരുവിധം കോമൺ സെൻസും അല്പമെങ്കിലും നിയമ പരിജ്ഞാനമുള്ള ഒരാൾക്ക് മനസ്സിലാകുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അത് മൊഴിയെടുക്കാനാണോ പിന്നെ അതിനുശേഷം പ്രതിയാക്കാനാണോ എന്നൊക്കെയുള്ളത് ED ആണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത്. ഇയാളുടെ ഈ CM രവീന്ദ്രന്റെ ഇതുമായിട്ടുള്ള ബന്ധം, അതായത് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സകലമാന കൊനഷ്ട് പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന CM രവീന്ദ്രനാണെന്ന് ധാരാളം എവിഡൻസുകൾ EDയുടെ മുമ്പിലുണ്ട്. വളരെ നന്ദി കൃഷ്ണരാജ്. അത് ED ആണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ സുവിയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. സുവി, ഇനി എന്ത് എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു. തിങ്കളാഴ്ച CM രവീന്ദ്രനെ ED കാണും. പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്കുണ്ടോ? തുടർന്ന് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടോ? എന്താണ് നാം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? മനു, തിങ്കളാഴ്ച 27-ാം തീയതിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്, ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ ED ഓഫീസിൽ എത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലുണ്ടാവും. കഴിഞ്ഞ തവണത്തേതുപോലെ ആകണമെന്നില്ല. കൂടുതൽ തെളിവുകൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശം ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ തെളിവുകളെല്ലാം ആധികാരികമാണോ, അതെല്ലാം തെളിവായി തന്നെ എടുക്കാമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. പക്ഷേ അത് കോടതിക്ക് മുമ്പിൽ ഈ ചാറ്റുകൾ എത്തുന്നു. ഏതായാലും ഈ ചാറ്റുകളും ഇതോടൊപ്പം സ്വപ്ന സുരേഷുമായി നടത്തിയ മറ്റ് ചാറ്റുകളും എല്ലാം എത്തുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ചാറ്റുകൾ വഴിയാണ് M ശിവശങ്കരൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ഏതായാലും CM രവീന്ദ്രന് എതിരായ മൊഴികളുണ്ട്, ഒപ്പം അദ്ദേഹത്തിനെതിരായ ചാറ്റ് സംഭാഷണങ്ങളും EDയുടെ കൈവശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നതും. വളരെ നന്ദി സുവി. ഒപ്പം തന്നെ VV വിനോദും ഒപ്പം നമുക്കൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഒപ്പം ഹാഫിസ്, എല്ലാവർക്കും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി.